കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായിട്ടൊന്ന് ഇപ്പോൾ നല്ല രസമാണ് ആ ശ്രീലകത്തിരിക്കുന്ന ആളെ കാണാനേ. ഇന്നിപ്പോൾ എന്തായാലും വളരെ കേമായിട്ട് തന്നെയാണത്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജയും പിന്നെ കളവാലങ്കാരമൊക്കെ കക്കാട് കിരണാനന്ദോദിക്കനാണ്. വളരെ കേമായിട്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. എന്താ ഒരു രസം എന്നറിയോ, ആൾ ലേശം കുസൃതിയിലാണെന്ന്. അത് വളരെ സന്തോഷമായിട്ടാണ് ആളിങ്ങനെ ഓടുകയാണെന്ന് തോന്നണം. അതുമാത്രമല്ല, ഇന്നത്തെ രസം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ആരാ വികൃതി കാട്ടണമെന്ന് വെച്ചാൽ അവരെ ഞാൻ ആ കല്ലെടുത്തിട്ട് ചവണ കൊണ്ട് എറിയൂട്ടോ എന്നാണ് പറയണത് കേട്ടോ. അപ്പം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലുന്ന ആളുകളിൽ വികൃതി കാട്ടിയോളെ പാപം ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ കല്ലെടുത്തെറിയും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇടത്തെ കയ്യിൽ കവണ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ കല്ലുണ്ട്. അപ്പോൾ ആർക്കാണ് അത് കിട്ടുക എന്നറിയില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ആൾ ചിരിച്ചിട്ട് തന്നെ നിൽക്കണതൊക്കെ, നല്ല ചിരിച്ചിട്ട് തന്നെ വരവൊക്കെ. കളിക്കണ കുസൃതിയാണ്. കുസൃതി കണ്ണനാണ് ഇന്ന് ശ്രീലകത്തുള്ളത്. അത് നല്ല രസമുണ്ട്. ആ പൊന്നും ഗോപിയൊക്കെ ഇങ്ങനെ വെച്ച് നെക്ലസ് പോലത്തെ ഒരു മാലയുണ്ട്, മാങ്ങാമാല ഉണ്ട്. അരഞ്ഞാണമൊക്കെ ചാർത്തിയിട്ട് കാൽപാദങ്ങളിലൊക്കെ അതാ കാൽവളകളുണ്ട്, കൈവളകളുണ്ട്. നല്ല നല്ല രസമായിട്ടാണ് ആൾ ഓടിക്കളിക്കണ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഇന്ന് നല്ല സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ ഭഗവാന്റെ മനം നിറഞ്ഞാൽ നമ്മളെ മനം നിറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ ഭഗവാൻ എല്ലാം ഇന്ന് നല്ല സന്തോഷത്തിലാണ്, ആ കളിക്കുന്ന പ്രകൃതത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ പറഞ്ഞാൽ മൂപ്പരിന്ന് കേൾക്കും. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചിന്തിച്ചോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് എത്തുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയുക, ഗുരുവായൂരാണെന്ന് ഉദയാസ്തമന പൂജയുടെയൊക്കെ തിരക്ക് നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ അങ്ങനെ തിരക്ക് കൂടിക്കൂടി വരുമല്ലേ. ഇനിയിപ്പോൾ 8-ാം തീയതിയൊക്കെ 324 കല്യാണമാണ്. ഏറ്റവും കൂടുതൽ കല്യാണമുള്ള ദിവസമാണ് 8-ാം തീയതി. ഇപ്പോൾ 8-ാം തീയതിയൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ എന്തൊക്കെയാണ് എന്താണെന്നൊന്നും ഒരു പിടിയില്ല. അത്രയും തിരക്കാവും. ജനസഹസ്രങ്ങളെ കൊണ്ട് അങ്ങനെ നിറഞ്ഞ് കവിയും ഗുരുവായൂരപ്പൻ ഭൂലോക വൈകുണ്ഠത്തിൽ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഗുരുവായൂർക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഗുരുവായൂർക്ക് എത്തുമ്പോൾ നമ്മൾ ആ നടയിലൂടെ ആ വാതിൽ കടന്നു. മേൽപ്പത്തൂരിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്ന് ഒന്ന് ആ വാതിൽ കടക്കുമ്പോൾ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. നടന്ന് ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി കണ്ടു. അങ്ങനെ ആ വരുമ്പോൾ കുറച്ച് നേരം കൂടി കിട്ടിയല്ലോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ആ ശ്രീകോവിലിൻ്റെ ആ സോപാനപ്പടിയിലെത്തി. സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ആ കുസൃതിക്കുട്ടനെ നമ്മൾ കാണുകയാണ്. ആ കവണയൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ പിടിച്ച് നടക്കണ ഗോപാലന്മാരുടെ കൂടെ കളിക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം. അപ്പോൾ അതെല്ലാവരും അത് കാണുക. ആ കണ്ടിട്ട് മനസ്സാ സ്മരിക്കുക ആ ഗുരുവായൂരപ്പനെ, ആ ഉണ്ണിക്കണ്ണനെ. അങ്ങനെ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനെ സ്മരിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഓടിയെത്തും ആ ഒരു രൂപം. അങ്ങനെ ആ രൂപം മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ആ ഭഗവാങ്കൽ ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതങ്ങോട്ട് ചെയ്യുക മനസ്സുകൊണ്ട്. ശരീരം കൊണ്ട് എത്തിയില്ലെങ്കിൽ കൂടി മനസ്സെത്തിയാൽ മതി എന്നല്ലേ പറയുക. അപ്പോൾ മനസ്സവിടെ എത്തുക. ആ മനസ്സെത്തുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാണും. അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞാൽ മതി. ആ മനസ്സിൽ നമ്മളെ മനസ്സിൽ ആ ഗുരുവായൂരപ്പൻ ആ കുസൃതിക്കുട്ടനെ ഒന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മളെ മനസ്സിലതായി. എന്നിട്ട് നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂർ എത്തിയില്ലെങ്കിൽ കൂടി നമ്മളെ മനസ്സ് അവിടെ എത്തിയാൽ ഗുരുവായൂരപ്പൻ നമ്മളെ എന്തായാലും കാത്തു രക്ഷിക്കും. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പൻ കാത്തു രക്ഷിക്കട്ടെ. ഇന്നത്തെ ഈ അലങ്കാരം ഇങ്ങനെ കേൾക്കുക. അവിടെ ആ നമ്മളെ മനസ്സിലേക്ക് എത്തിയിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കോളുമല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ.
ഹരേ കൃഷ്ണ.